പ്രേക്ഷകപ്രിയ താരനിര വേഷമിട്ട പാരലൽ കോളേജ് എന്ന ചിത്രത്തിലെ എവർഗ്രീൻ കോമഡി ഹിറ്റ്. വാസു നല്ലോണം പിടിച്ചോളാം. നല്ല സ്ഥലം അല്ലേ? മുന്തിയ സ്ഥല. ഞങ്ങള് കൊടൈക്കനാലിലേക്കാ പോണം. നീ നല്ല പിടിച്ചാ മതി കേട്ടോ. പിടി നല്ല തലടിച്ച് നശിപ്പിച്ച്. ഞാൻ 100 തവണ പറഞ്ഞിട്ട് ബാലൻസ് എത്തിക്കരുത്, ബാലൻസ് എത്തിക്കരുതെന്ന്. ചിരിക്കല്ല, ഞാൻ പറഞ്ഞ പോലെ മനസ്സിലായി. എനിക്ക് പറഞ്ഞ പോലെ മനസ്സിലായെന്ന്. മനസ്സിലായി. എന്തെന്ന്? നമ്മള് ബാലൻ സാറിന്റെ വീട്ടിൽ പോവാണെന്നല്ലേ പറഞ്ഞത്? മനുഷ്യനിങ്ങനെ പക്ക പൊട്ടനായി പോയാൽ എന്ത് ചെയ്യും? നമ്മള് ബാലൻ സാറിന്റെ വീട്ടിലേക്കല്ല പോണത്, അനന്തൻ സാറിന്റെ വീട്ടിലേക്കാ. അനന്തൻ സാറിന്റെ വീട്ടിലേക്കാണ് പോണേന്ന്. പതുക്കെ പറഞ്ഞ പോരെ. നമ്മൾ അനന്ത സാറിന്റെ വീട്ടിൽ പോയല്ലേ, അതല്ലേ ഞാൻ ആദ്യം പറഞ്ഞത്. ഗുഡ് മോർണിംഗ് സാർ. ഇത് മിസ്റ്റർ വാസു. അതിന് ഞാനെന്ത് വേണം? സാറ് പറഞ്ഞിരുന്നല്ലോ ഒരു സർവൻ കം ഹൗസ് കീപ്പർ വേണമെന്ന്. കണ്ടിട്ടൊരു കള്ള ലക്ഷണം ഉണ്ടല്ലോ അവന്. അതെ സാർ. സാർ ഒറ്റ മിനിറ്റ് ഇങ്ങോട്ട് വാ. നീ എന്തെന്നിട്ട് അതേന്ന് പറഞ്ഞേ? എന്നെ കണ്ടാൽ നല്ല ലക്ഷണം ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അതെ. ഇല്ലേ? എടോ, കഴിയുന്നതും വേഗം ചികിത്സിച്ചിട്ടില്ലെങ്കിൽ നിന്റെ ലൈഫ് സ്പോയിൽ ആയി പോകും. ലൈഫ് ബൈ സോപ്പാ? ചന്ദ്രിക സോപ്പ്. എത്ര എണ്ണം? ഇങ്ങോട്ട് പറ. ഞാൻ ഇവിടുത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കായിരുന്നേ. തനിക്ക് ചോറും കറിയൊക്കെ ഉണ്ടാക്കാൻ പിന്നെ വരുന്ന വഴിക്ക് സൈക്കിൾ ചോറും കറി അസലായിട്ട് ഉണ്ടാക്കൂ. ഇതിനു മുമ്പ് എവിടെ ആയിരുന്നു? 25 വയസ്സ്. മിലിറ്ററി ക്യാൻറ്റീനിലായിരുന്നു. പറയുമ്പോ ഒക്കെ പറയണല്ലോ. ആള് കൊള്ളാവുന്നവനാണ്, അവിവാഹിതനാണ്, വിശ്വസിക്കാം. പിന്നെ ഒരു ചെറിയ കുറ്റം, ഒരു മൈനസ് മിസ്റ്റേക്ക്. എന്താ വെച്ചാൽ ചെവിട് ലേശം പതുക്കെ കേൾക്കൂ. അത് ഈ മിലിറ്ററിയിലാണ് സമയത്തെ ഈ ബോംബും വെടിയലും കൂടി മാറി 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 പൊട്ടി ഒച്ച കേട്ടിട്ട് ഇത് പോയിപ്പോയതാ. അത് ചിലർക്കൊക്കെ ഉണ്ടാവും, എപ്പോഴൊന്നും ഉണ്ടാവില്ല കേട്ടോ. അല്ലേ? ഒന്നുമില്ല, നീ പോയി ചായ ഉണ്ടാക്ക്. അപ്പൊ ജോലി ഉറച്ചാ? നീ പോയി ചായ ഉണ്ടാക്ക്. ആള് പാവാണ്. ഏതായാലും 36% വെച്ചു കൊടുക്കില്ല. നിങ്ങൾ തന്നെ പോയി പിടിക്കും. പറ്റാത്തോണ്ടല്ല, അന്തസ്സിന് കുറവാ. കിടന്ന് ജീവിക്കാൻ നോക്കില്ലാതെ ഇതിനൊക്കെ കാര്യം പ്രിൻസിപ്പാളാ. എന്താ സംഭവം? സംഭവം കുമാര സംഭവം. 36% പലിശ കൊടുത്തിട്ടാണ് ഞാൻ ഈ വിദ്യാകേന്ദ്രം നടത്തുന്നത്, അറിയോ? അപ്പഴേ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്റെ കടയിലെ പറ്റുവരി വെങ്ങത്താ. ബെല്ലടിയാ? എന്ത് ബെല്ലടി? എന്നാ നാളെ നക്കാൻ വരുമ്പോഴേ അവിടെ സ്ട്രിക്റ്റ് ആയിരിക്കും, നോക്കിക്കോ. അവിടെ ഇരുന്നോളി. രക്ഷിതാവാണോ വിദ്യാർത്ഥിയാണോ? അച്ഛന്റെ പേര്, നിങ്ങളുടെ പേര് പറഞ്ഞോ. അപ്പൊ ആളെ മനസ്സിലായില്ലല്ലേ? എന്റെ പേര് അനന്തൻ. ഓ, അനന്തമാഷാണല്ലേ? കണ്ടപ്പോഴെങ്കിലും സംശയം തോന്നി. പരിചയ സമ്പന്നരും പ്രഗത്ഭരുമായ ഒരു സംഘം. എന്താണ് എന്താണ് എന്താണ്? ഒന്നുമില്ലല്ലേ? അപ്പം പോയി ചായ വാങ്ങിച്ചിട്ട് വാ. 1 2 3 4. വേണ്ട, 1 2. അപ്പം എന്താ പറഞ്ഞു നിർത്തിയത്? പരിചയ സമ്പന്നരും പ്രഗത്ഭരുമായ ഒരു സംഘം അധ്യാപകർ നയിക്കുന്ന ഒരു മഹനീയ സ്ഥാപനമാണ് ഈ സനാതന കോളേജ് എന്ന് സാറ് അറിഞ്ഞു കാണുമല്ലോ. ഇവിടെ നിന്ന് കയറി പറ്റാൻ പല പല റെക്കമെൻഡേഷനുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അനന്തകൃഷ്ണപിള്ള ഫ്രം ട്രിവാൻഡ്രം, പിന്നെ ആലപ്പുഴ, കൊല്ലം, കുതിരവട്ടം, ആരിതൊക്കെ നോക്കാൻ ഫോൺ കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കില്ലേ. പിന്നെ തൃശ്ശൂരിന് എനിക്കറിയാം. അറിയല്ലേ? ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ അച്ചടക്കത്തെ കുറിച്ചും അധ്യാപകരുടെ കഴിവിനെ കുറിച്ചും മൊത്തത്തിൽ ഈ കോളേജിന്റെ പശ്ചാത്തലത്തെ കുറിച്ച്
നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയുന്നത് പോലെ എനിക്കും വളരെ നന്നായിട്ട് അറിയാം. പിന്നൊരു കാര്യം, എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ആരും ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല. സെയിം സെയിം സെയിം. നമ്മൾ രണ്ടുപേരും ഒരേ സ്വഭാവക്കാരാ, ഇരട്ട പ്രസവിച്ച പോലെ. എന്റെയും വ്യക്തിപരമായ കാര്യങ്ങളിൽ ആരും ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല, പ്രത്യേകിച്ചും സന്ധ്യ കഴിഞ്ഞാൽ. അങ്ങനെയല്ലടോ? അതെ. ആ പിന്നെ ഇത് നോക്കി നോക്കണേ, പഴയ അടിക്കാരനാ, ടൈപ്പ്. അല്ല മാഷെ, ഞാൻ കുറെ ചോദിക്കാൻ വിചാരിക്കുന്നേ. നിങ്ങൾക്ക് നാട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ എന്നല്ലേ പറയണേ? എന്നാ അവരും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നൂടെ? ആ, ആലോചിക്കുന്നുണ്ട്. ഇത് എത്ര കാലം ആലോചിക്കും? പിന്നെ വേണ്ടിയില്ല നല്ലൊരു കൂട്ടുണ്ടെങ്കിൽ ഉള്ളത് ഹാഫ് പൊട്ടനും. ആ ഞാനും അങ്ങനെയൊക്കെ തന്നെ. ഇനി ഇമ്മ പെണ്ണോണ്ടരും, ഞാൻ കെട്ടൂല, വേണ്ടെന്നറിയും. ബാപ്പ പെണ്ണോണ്ടരും, ഞാൻ വേണ്ടെന്നറിയും, കെട്ടൂല. പിന്നെ അമ്മയും ബാപ്പയും കൂടി കൊണ്ടുവന്ന്, അത് പിന്നെ നമ്മളെ കുടുംബക്കാരെ തന്നെ. ഞാൻ കെട്ടിയില്ല. ആ ഓളെയാണ് നമ്മൾ വക്കീൽ ഇബ്രാഹിം ഇപ്പൊ കല്യാണം കഴിച്ചത്. പിന്നെ ഞാൻ കെട്ടി നമ്മളെ ജമീലനെ. ശരിക്കും പറഞ്ഞാൽ ഞാൻ കെട്ടിയതല്ല, അത് ഞാൻ കുടുങ്ങിപ്പോയതാ. ഈ ജമീലക്ക് ഞാനൊരു പിയാപ്പിള ഉണ്ടാക്കി. കല്യാണത്തിന്റെ അന്ന് പിയാപ്പിള വന്നില്ല. അവസാനം നഷ്ടം ഞാൻ കൊടുക്കുന്ന ഇവിടെ ബാപ്പയും കൂടി എന്നെ പിടിച്ചേച്ചി. ഞാൻ എവിടുന്ന് എടുത്തു കൊടുക്കാന്? അങ്ങനെ ഞാൻ കെട്ടിയെന്നെ, അങ്ങനെ കെട്ടിപ്പോയതാ. കാര്യം എന്താ കാര്യം കുറ്റം പറഞ്ഞോളൂ കേട്ടോ. ഇവള് വന്നതിന്റെ ശേഷമാണ് എനിക്ക് ഈ കണ്ടു കാണപ്പെട്ട സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായതും ഞാനൊരു നിലയിൽ എത്തിയതും. അല്ല, നിങ്ങൾക്കൊരു നിലയിലൊന്നും എത്തണ്ടേ? ഒരു കല്യാണം ഒന്നും കഴിക്കണ്ടേ? ഈ ദുനിയാവിൽ ജീവിക്കാൻ എന്തെല്ലാം വേഷം കെട്ടണം. ആ പിന്നെ ആ ക്ലാസ് അങ്ങോട്ട് നോക്കി. സംസ്കൃതം സാർ ഒരു ആയക്കൊണ്ട് കാപ്പി കൊടുക്കണം എനിക്കിപ്പോ. എന്തായി? എരുമമൂത്രം മാതിരിയുണ്ട്. കറക്റ്റ്. അതിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ഉള്ളത് പറഞ്ഞ ഉറിയും ചിരിക്കും. അടിച്ച് പല്ലണാക്കിലാക്കിയാൽ ആ ചെരിയും അവിടെ വെക്കും. പിന്നെ റഷീദേ, ആ റാഹേലും പപ്പ എവിടെയാ? പാർട്ടിക്കാരാ തള്ളൻ അടിച്ചോടിച്ചില്ലേ? അയ്യോ, ക്യാഷോ? ഇങ്ങനെ വിളിച്ചു കൂടിയിട്ടാണോ ക്യാഷ് ചോദിക്കുന്നത്? എനിക്ക് ഈ മാസം ശമ്പളം പോലും കിട്ടിയില്ല. അത്രയ്ക്ക് നീ എന്നെ കൊച്ചാക്കണ്ട. അയ്യോ കൊച്ചോ? ചേട്ടത്തി ഞാൻ കല്യാണം പോലും കഴിച്ചിട്ടില്ല, പിന്നല്ലേ കൊച്ചിങ്ങളുടെ കാര്യം. ചേട്ടത്തിന്റെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കൈ നോക്കാം. എന്റെ കർത്താവേ, ഇവന് തലയ്ക്ക് വട്ട. അത് നിങ്ങൾക്കാ? എനിക്ക് വട്ട, എനിക്ക് വട്ട. എന്താ ഇവിടെ ഒരു ബഹളം? എന്റെ മാഷേ, ഞാനൊന്നും ചെയ്തില്ല. ഞാൻ മാഷിനെ കാണാൻ വന്നതാ. അപ്പഴ ഈ ജന്തു എന്നെ കളിയാക്കിയത്. അയ്യോ, എന്റെ റായലമ്മ അവന് ചെവി കേൾക്കത്തില്ല. ആഹാ, അയ്യോടെ മോനെ, എന്നാന്ന് എനിക്കത് നേരത്തെ പറയാൻ പാടില്ലായിരുന്ന? അതിന് ചേട്ടത്തി നേരത്തെ എന്നോട് ചോദിച്ചില്ലല്ലോ. എന്റെ പൊന്നു മാഷേ, ഒരു 10 ദിവസം ഞാൻ ഈ ഇറയത്തൊന്ന് ചുരുണ്ടു ഓടിക്കോട്ടെ. വളരെ വിഷമിച്ചിട്ടാ മാഷെ ഞാൻ പറഞ്ഞത്. ഇവന് ഞാനൊരു കൂട്ടുമായല്ലോ. പാവാണ് ചേട്ടത്തി. അല്ല റാഹലമ്മ, അത് ആ മാഷ് സമ്മതിച്ചു, ഞാൻ പറഞ്ഞില്ലേ. ചേട്ടത്തി ബാ. ചേട്ടത്തെ കണ്ട മരിച്ചുപോയ എന്റെ അമ്മ ജീവനോടെ വന്നതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. എനിക്ക് അതുപോലെ തന്നെ നിന്നെ കണ്ടപ്പോ എന്റെ മോനെ പോലെ തോന്നി. മോനെ, കഞ്ഞിണ്ട് ഇച്ചിരി എടുക്കാൻ. എന്തിനാ അമ്മച്ചി ഇപ്പൊ പഞ്ഞി? പഞ്ഞി ഇതിന് ചെവിയിലിട്ടടക്കാൻ. ആ അപ്പൊ എന്നെ കളിയാക്കിയതാണല്ലേ? എന്റെ കർത്താവേ, ഞാൻ എങ്ങനെ ഈ ചെകിടന്റെ കൂടെ ജീവിക്കാനാ? ആരിക്കണ നായിന്റെ മോനെ ഞങ്ങളുടെ മാഷയുടെ എല്ലാം ഒടിക്കേണ്ടത്? കളവിത്തള്ളേ, പ്രായം ഞാൻ നോക്കില്ല. നീ എന്താണ് നിന്ന് വിളിക്കുന്നത്? അവൻ പറഞ്ഞത് കേട്ടില്ലേ? മാഷയുടെ എല്ലാം ഒടിക്കുന്നു. എന്നെ വിളിച്ചത് കേട്ടില്ലേ? കിളവി തള്ളേന്ന്. അനാവശ്യം പറയുന്നോടാ ഗുണ്ട, റൗഡി, തെമ്മാടി, ഇഡിയറ്റ്, ബ്ലഡി ഫുൾ റാസ്കൽ. സർക്കാരുടെ കളിയുടെ പൊട്ട. മതിയടാ, പോരടാ.
ചെക്കൻ കൊല്ലത്തേരനാ, പക്ഷെ ജോലി ഇവിടെ അടുത്തൊക്കെ തന്നെ. സർക്കാർ സർവീസിലാ? അല്ല, പാരലൽ സർവീസിൽ. പാരലൽ സർവീസോ? അതെ, പാരലൽ കോളേജിൽ. അല്ല, നിങ്ങൾ ഈ സർക്കാർ സർവീസിലുള്ളവർക്ക് മാത്രമേ മോളെ കെട്ടിച്ചു കൊടുക്കുള്ളൂ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഖാൻ ഇവിടെ ആർക്കും വേണ്ടി കാത്തിരിക്കില്ലട്ടോ. പെണ്ണ് മൂത്ത് നിരച്ച് മൂക്ക് കൂടെ പല്ലറിയ ശേഷം നിങ്ങൾ മലപ്പുറം ജില്ലയും ഒരു മാരുതിക്കാരും കൊടുക്കാന്ന് പറഞ്ഞാലും ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കൂലട്ടോ. മൂപ്പർക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ടല്ല, ഇന്ന ഒരാളെ നിർബന്ധം കൊണ്ട് മാത്രം. എന്നാൽ എനിക്കിതിൽ വല്ല കമ്മീഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കണ്ടോ.